ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ബയോളജി ഫസ്റ്റ് ടൈം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ്. അതായത് നമ്മുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ബയോളജിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം നിർദ്ദേശങ്ങളൊന്ന് നോക്കാം. നിർദ്ദേശം എന്താണ്? ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമായി നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ സമയം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, എന്താണ് നെക്സ്റ്റ് നോക്കൂ. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ സ്കോറും സമയവും പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുവേണം കൂട്ടുകാരെ ആൻസർ എഴുതാൻ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്തായാലും 1 മുതൽ 6 വരെ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ സസ്യകോശ ദ്രവ്യത്തിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന കോശദ്രവ്യപാത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കൂ. എ തൈലക്കോയിഡ്, ബി ഗ്രാന, സി എന്താണ്? പ്ലാസ്മോഡിസ്മാറ്റ, ദെൻ ഡി സ്ട്രോമോ ലാമെല്ലെ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ സി ആണല്ലേ. എന്താണ് ആൻസർ വരുന്നത്? പ്ലാസ്മോഡിസ്മാറ്റ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 പ്രസ്താവനകളിവിടെ നൽകിയിട്ടുണ്ട്. ആ 4 ശരിയായത് എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ നോക്കൂ. ഹെപ്പാറ്റിക് സിര പോഷകങ്ങൾ അടങ്ങിയ രക്തത്തെ കരളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ബി എന്താണ്? ചെറിയ ലിംഫ് കുഴലുകളിൽ നിന്ന് പോഷകങ്ങൾ ലാക്റ്റിയൽ വഴി ഹൃദയത്തിൽ എത്തുന്നു. ദെൻ സി വില്ലസിലെ രക്തലോമ്യങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ വലിയ ലിംഫ് കുഴലുകളുടെ കരളിലെത്തുന്നു. ഡി എന്താണ്? കരളിൽ നിന്നുള്ള പോഷകങ്ങൾ അടങ്ങിയ രക്തം പോർട്ടൽ സിര വഴി ഹൃദയത്തിലെത്തുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായത്? ശരിയായ പ്രസ്താവന ഏതാണ്? അതെന്താണ്? ഹെപ്പാറ്റിക് സിര പോഷകങ്ങൾ അടങ്ങിയ രക്തത്തെ കരളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു അല്ലേ. അതായത് ഹെപ്പാറ്റിക് സിര പോഷകങ്ങൾ അടങ്ങിയ രക്തത്തെ കരളിൽ നിന്ന് ഹൃദയത്തിലെത്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന അതായത് ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ തിരിച്ചറിഞ്ഞെഴുതുക എന്നാണ് പറഞ്ഞത്. എന്താണ്? ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ തിരിച്ചറിഞ്ഞ് എഴുതുക. അപ്പോൾ ഇതെന്താണ് കൂട്ടുകാരെ? ചിത്രം നോക്കൂ. എന്താണത്? ജലതന്മാത്രകൾ, ഉപ്പ് തന്മാത്രകൾ നൽകിയിട്ടുണ്ട്. ദെൻ അർദ്ധധാര്യ സ്ഥരം എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ് പ്രക്രിയ? കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. എന്താണ്? അത് നമുക്കറിയാം. എന്താണ് കൂട്ടുകാരെ ഈ പ്രക്രിയ എന്ന് പറയുന്നത്? ഓസ്മോസിസ് ആണല്ലേ. എന്താണ്? ഓസ്മോസിസ്. ഓക്കെ, ദെൻ എന്താണ്? ഓസ്മോസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോക്സിൽ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ വിശകലനം ചെയ്ത് ഹൃദയ അറ ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈക്കസ്പിഡ് വാൽവ് വഴി രക്തം സ്വീകരിക്കുന്നു. അയോർട്ടയിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം കൊണ്ടുപോകുന്നു. അപ്പം ഇതേതാണ്? ഹൃദയത്തിൻ്റെ അറ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൃദയ അറ ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഏതാണ് കൂട്ടുകാരെ? ഇടത്തെ വെൻട്രിക്കിളാണല്ലേ. ഇടത്തെ വെൻട്രിക്കിളാണ് ആൻസർ. എന്താണ്? ഇടത്തെ വെൻട്രിക്കിൾ. ദെൻ 5ാമത്തെ ചോദ്യം. ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ രക്തസമ്മർദ്ദത്തിലെ 120, 80 എന്നീ മൂല്യങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് ചോദ്യം? ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ രക്തസമ്മർദ്ദത്തിലെ 120, 80 എന്നീ മൂല്യങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം 120 എന്താണ്? സിസ്റ്റോളിക് പ്രഷറാണല്ലേ. അപ്പം 80 എന്താണ്? ഡയസ്റ്റോളിക് പ്രഷറുമാണ്. 120 സിസ്റ്റോളിക് പ്രഷർ, 80 ഡയസ്റ്റോളിക് പ്രഷറും അല്ലേ. ഓക്കെ, ദെൻ തന്നിരിക്കുന്ന ചിത്രീകരണം സൂചിപ്പിക്കുന്ന ദഹനേന്ദ്രിയ ഭാഗം ഏതെന്നാണ് അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ചിത്രീകരണം സൂചിപ്പിക്കുന്ന ദഹനേന്ദ്രിയ ഭാഗം ഏതാണ്? അതെ, സെഗ്മെൻറ്റേഷൻ ആണല്ലേ. എന്താണ് ആൻസർ? സെഗ്മെൻറ്റേഷൻ. ദെൻ 7 മുതൽ 13 വരെ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വിഴുങ്ങൽ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ശരിയായ രീതിയിലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം. നാവിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ നീക്കുന്നു. നെക്സ്റ്റ് എന്താ നൽകിയിട്ടുള്ളത്? ചെറുനാക്ക് നാസികാ ദ്വാരത്തെ അടയ്ക്കുന്നു. ദെൻ ശ്വാസനാളം മുകളിലേക്ക് ഉയരുകയും എപ്പിഗ്ലോട്ടിസിനെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു.
നാവ് ഭക്ഷണത്തെ അമർത്തി ഉരുളകളാക്കുന്നു. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക? യെസ്, എന്താണ്? നാവ് ഭക്ഷണത്തെ അമർത്തി ഉരുളകളാക്കുന്നു. നെക്സ്റ്റ് വരുന്നത് യെസ്, ചെറുനാക്ക് നാസാഗഹ്വരത്തെ അടയ്ക്കുന്നു. ദെൻ മൂന്നാമതായിട്ട് യെസ്, ശ്വാസനാളം മുകളിലേക്ക് ഉയരുകയും എപ്പിഗ്ലോട്ടിസിനെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് എന്താണ്? യെസ്, നാവിൻ്റെ പിൻഭാഗം ഭക്ഷണത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ നീക്കുന്നു. അപ്പോൾ ഇതേപോലെയാണ് എഴുതേണ്ടത്. അപ്പോൾ വിഴുങ്ങൽ പ്രക്രിയയുടെ ഓരോ ഘട്ടങ്ങളും ഇതുപോലെ ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ. ദെൻ എട്ടാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൽ തന്നിരിക്കുന്ന പ്രക്രിയകളുടെ പ്രാധാന്യം എഴുതുക. ഏതൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നോക്കൂ. ജലം ഗ്രാനയിലെത്തുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ തന്നിരിക്കുന്ന പ്രക്രിയകളുടെ പ്രാധാന്യം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? നോക്കൂ, ജലം ഗ്രാനയിൽ എത്തുന്നു. അപ്പോൾ എന്താണ്? ഗ്രാനയിൽ വെച്ച് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. ദെൻ ബി എന്താണ്? ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. അപ്പോൾ ഇതിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? യെസ്, ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. എന്താണ്? ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ദെൻ ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ബോക്സിൽ നൽകിയിരിക്കുന്ന പ്രക്രിയകൾ വിശകലനം ചെയ്യുക, അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. അപ്പം ഭാഗവും നൽകിയിട്ടുണ്ട്. ഭാഗം ആമാശയം. ദെൻ ബി നൽകിയിട്ടില്ല. ദെൻ പാൻക്രിയാസ് ഉണ്ട്, യുമെലഡ് അല്ലേ. ദെൻ ധർമ്മമാണ് നൽകിയിട്ടുള്ളത്. പിത്തരസം നെക്സ്റ്റ് കോളം നോക്കൂ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ദെൻ എന്താ നൽകിയിട്ടുള്ളത്? പ്രോട്ടിയേസുകൾ പ്രോട്ടീനോ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. അപ്പോൾ ബി ഏതായിരിക്കും? ഭാഗം ഏതായിരിക്കും? എന്താ പറഞ്ഞിട്ടുള്ളത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഏതാണ് ഭാഗം എന്ന് പറയുന്നത്? ഏതാണ്? യെസ്, ഏതായിരിക്കും? കരളാണല്ലേ. കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ദെൻ ധർമ്മം ആമാശയം. ആമാശയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് യെസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ഭാഗം നൽകിയിട്ടുണ്ട്. പാൻക്രിയാസ് ആണ്. അപ്പോൾ അതിൻ്റെ ധർമ്മം എന്താണ്? യെസ്, ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ദെൻ ഡി നോക്കൂ. ധർമ്മം എന്താണ്? പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഭാഗം ഏതാണ്? അതെ, ചെറുകുടലാണല്ലേ. ആൻസർ എന്താണ്? ചെറുകുടൽ. ഓക്കെ. ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. മെറ്റാബോളിസം, അനാബോളിസം നൽകിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും വരിക? യെസ്, ഏതാണ്? കാറ്റബോളിസം ആണല്ലേ. അപ്പോൾ ബി എന്താണ്? കാറ്റബോളിസം. ദെൻ അനാബോളിസം ബി നമുക്ക് പ്രോട്ടീൻ വിഘടനം എന്ന് നൽകിയിട്ടുണ്ട്. കാറ്റബോളിസം അപ്പം പ്രോട്ടീൻ വിഘടനം. അപ്പോൾ അനാബോളിസം എന്താണ്? യെസ്, പ്രകാശ സംശ്ലേഷണമാണ്. ഓക്കെ. ദെൻ സി നമുക്ക് എന്തെഴുതാം? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം ഗ്ലൂക്കോസ് അല്ലേ. ദെൻ ഡിയിൽ നമുക്ക് എന്തെഴുതാം? യെസ്, പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡായി മാറുന്നു. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡായി മാറുന്നു. ഓക്കെ. ദെൻ 11ാമത്തെ ചോദ്യം, ഒരു പ്രത്യേക ദഹനേന്ദ്രിയ ഭാഗവുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരിക്കുന്നു. ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. സൂചിപ്പിച്ച ഭാഗം തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഭാഗം? അതെ, വൻകുടലാണല്ലേ. ആൻസർ എന്താണ്? വൻകുടൽ. ഇതിൻ്റെ മറ്റേതെങ്കിലും 2 ധർമ്മങ്ങൾ നമ്മളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എഴുതാം വിറ്റാമിൻ കെ ബി കോംപ്ലക്സ് എന്നിവയുടെ ഉൽപ്പാദനം. അതുപോലെ തന്നെ എന്താണ്? ദഹന അവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ്? അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നു. വിറ്റാമിൻ കെ ബി കോംപ്ലക്സ് എന്നിവയുടെ ഉൽപ്പാദനം ദഹന അവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിക്കുന്നു. നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകാശ സംശ്ലേഷണം സൂചന നൽകിയിട്ടുണ്ട്. പ്രവർത്തനം നടക്കുന്ന സ്ഥാനം, പ്രവർത്തനങ്ങൾ. പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും ഉണ്ടല്ലേ. അപ്പോൾ നോക്കൂ, പ്രകാശഘട്ടത്തിൽ ഏതായിരിക്കും? അതേ, ഗ്രാന. ദെൻ ഇരുണ്ട ഘട്ടം സ്ട്രോമ. ദെൻ പ്രവർത്തനങ്ങൾ പ്രകാശഘട്ടത്തിൽ അതെ ജലത്തിൻ്റെ വിഘടനം, അതുപോലെ ATP നിർമ്മാണം,
ഓക്സിജൻ പുറന്തള്ളൽ. ദെൻ ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം കണ്ടെത്തി ഉചിതമായി പൂരിപ്പിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റുകളാണല്ലേ. അപ്പോൾ എന്താണ്? യെസ്, ഗ്ലൂക്കോസ്, ദെൻ ഫ്രൂക്കോസ്, സൂക്രോസ്, അന്നജം. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. ഓക്കെ, ദെൻ ന്യൂക്ലിക് ആസിഡുകളാണ്. ന്യൂക്ലിക് ആസിഡുകൾ നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, DNA or RNA എഴുതാമല്ലേ. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം. 14 മുതൽ 20 വരെ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ഓരോ പ്രസ്താവനകളിലെയും പ്രവർത്തനം വിവരിക്കുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. എ എന്താണ്? അമീബയിൽ ഭക്ഷണം വിഴുങ്ങൽ അല്ലേ. അമീബയിൽ ഭക്ഷണം വിഴുങ്ങൽ. ദെൻ ബി ഹൈഡ്രയിലെ ഇൻട്രാ സെല്ലുലാർ ദഹനം. ദെൻ സി മനുഷ്യൻ്റെ വായിൽ വെച്ച് ഭക്ഷണത്തിൻ്റെ രാസിക ദഹനം. ഓക്കെ, അപ്പം എ എന്താണ്? അമീബയിൽ ഭക്ഷണം വിഴുങ്ങൽ. അതിൻ്റെ പ്രവർത്തനം വിവരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ കോശത്തിനുള്ളിലാക്കുന്നു. ദെൻ ബി ഹൈഡ്രയിലെ ഇൻട്രാ സെല്ലുലാർ ദഹനം. അപ്പോൾ ഇവിടെ എന്താണ്? കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ ദഹിപ്പിക്കുന്നു. ഓക്കെ, എൻസൈമുകൾ പൂർണ്ണമായി ദഹിപ്പിക്കുന്നു. ദെൻ സി മനുഷ്യൻ്റെ വായിൽ വെച്ച് ഭക്ഷണത്തിൻ്റെ രാസിക ദഹനമാണ്. മനുഷ്യൻ്റെ വായിൽ വെച്ച് ഭക്ഷണത്തിൻ്റെ രാസിക ദഹനം. അവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? യെസ്, ഉമിനീരിലെ സലൈവറി അമിലേസ് എന്ന എൻസൈം അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. എന്താണ്? ഉമിനീരിലെ സലൈവറി അമിലേസ് എന്ന എൻസൈം അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ദെൻ 15ാമത്തെ ചോദ്യം നോക്കാം. നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗ്ലൂക്കോസിൻ്റെ ഗാഢത കൂടുതൽ, കോശസ്തരം, കോശദ്രവ്യം, അതുപോലെ അയോണുകളുടെ ഗാഢത കൂടുതലല്ലേ. അപ്പോൾ ഈ തന്നിട്ടുള്ള ചിത്രീകരണം വിശകലനം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാൻ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏതെന്ന് എഴുതുക. ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മനസ്സിലായല്ലോ എന്താണത്. യെസ്, എന്താണ് കൂട്ടുകാരെ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് അല്ലേ. എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഓക്കെ, ദെൻ ഏത് തന്മാത്രകളാണ് ഗ്ലൂക്കോസിനെ കോശദ്രവ്യത്തിലേക്ക് മാറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? യെസ്, വാഹക പ്രോട്ടീനാണല്ലേ. ദെൻ സി നോക്കൂ. കോശകദ്രവ്യത്തിനുള്ളിൽ അയോണുകൾ എങ്ങനെയാണ് എത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എത്തുന്നത്? യെസ്, പ്ലാസ്മ സ്തരത്തിലെ ചാനൽ പ്രോട്ടീനുകളുടെ സഹായത്താൽ. ഊർജം വിനിയോഗിക്കാതെ അല്ലേ. ഓക്കെ, പ്ലാസ്മ സ്തരത്തിലെ ചാനൽ പ്രോട്ടീനുകളുടെ സഹായത്താൽ, ഊർജം വിനിയോഗിക്കാതെ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.